ഒരു ബസ് യാത്രയിലെ പ്രണയം. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പോകുന്ന ഒരു ദീർഘ ബസ് യാത്രയിലായിരുന്നു വിജയ്. അവൻ ജോലി സംബന്ധമായി മറ്റൊരു നഗരത്തിലേക്ക് പോകുകയായിരുന്നു. ബസിന്റെ ജനലരികിലിരുന്ന് പുറത്തുള്ള മഴയും വഴികളും നോക്കുകയായിരുന്നു. ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടി വേഗത്തിൽ ബസിൽ കയറി. അവളുടെ പേര് അനു. അവൾ വിജയിന്റെ അടുത്തുള്ള സീറ്റിലിരുന്നു. ആദ്യം അവർ തമ്മിൽ സംസാരിച്ചില്ല. പക്ഷെ കുറച്ചു സമയത്തിനു ശേഷം ബസ് ഒരു വലിയ ബ്രേക്ക് അടിച്ചു. അനുവിന്റെ ബാഗ് താഴെ വീണു. വിജയ് ഉടനെ അതെടുത്ത് അവൾക്ക് കൊടുത്തു. താങ്ക്സ്, അവൾ ചിരിച്ചു പറഞ്ഞു. അതവരുടെ ആദ്യ സംഭാഷണമായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അനു പറഞ്ഞു അവൾ കോഴിക്കോട് ഒരു സ്കൂളിൽ പുതിയ അധ്യാപികയായി ജോലിക്ക് പോകുകയാണെന്ന്. വിജയ് തന്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞു. യാത്ര നീണ്ടതുകൊണ്ട് അവർ പല കാര്യങ്ങളും സംസാരിച്ചു. ജീവിതം, സ്വപ്നങ്ങൾ, ബാല്യകാല ഓർമ്മകൾ. മഴ പെയ്യുന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അനു പറഞ്ഞു, ചില യാത്രകൾ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്ന് കേട്ടിട്ടുണ്ട്. വിജയ് ചിരിച്ചു പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഈ യാത്ര അങ്ങനെയൊന്നാണ്. അനു അല്പം നാണിച്ചു. രാത്രിയാകുമ്പോൾ ബസ് കോഴിക്കോടെത്തി. അവരിറങ്ങി. വിജയ് ചോദിച്ചു, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമോ? അനു ചിരിച്ചു പറഞ്ഞു, വിധി ആഗ്രഹിച്ചാൽ തീർച്ചയായും. അവൾ പോയി. വിജയ് ആ യാത്രയെ ഒരു മനോഹരമായ ഓർമ്മയായി കരുതി. പക്ഷെ കഥ അവിടെ അവസാനിച്ചില്ല. ചില ദിവസങ്ങൾക്ക് ശേഷം വിജയ് ഒരു പുസ്തകശാലയിൽ പോയി. അവിടെ ഒരു പരിചിതമായ ശബ്ദം കേട്ടു. വിജയ്? അവൻ തിരിഞ്ഞു നോക്കി. അത് അനു ആയിരുന്നു. അവൾ ചിരിച്ചു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയായിരുന്നു. ചില യാത്രകൾ ജീവിതം തന്നെ മാറ്റിമറിക്കും. ആ ദിവസം മുതൽ അവർ വീണ്ടും കണ്ടുമുട്ടാൻ തുടങ്ങി. കാരണം ചില പ്രണയങ്ങൾ വലിയ പദ്ധതികളിൽ നിന്ന് തുടങ്ങുന്നില്ല, ഒരു സാധാരണ യാത്രയിൽ നിന്നാണ് തുടങ്ങുന്നത്. ശീർഷകം: അവൾ വിടച്ച കത്ത്. ഒരു ചെറിയ കടൽത്തീര ഗ്രാമം. രാവിലെ സൂര്യൻ കടലിനു മുകളിൽ ഉയരുമ്പോൾ ആ ഗ്രാമം സ്വർണ്ണ നിറത്തിൽ തിളങ്ങും. ആ ഗ്രാമത്തിലാണ് നീൽ ജീവിച്ചിരുന്നത്. നീൽ ഒരു ശാന്തനായ യുവാവ്. കടൽത്തീരത്ത് ഒരു ചെറിയ ബുക്ക് ഷോപ്പ് അവൻ നടത്തുകയായിരുന്നു. പുസ്തകങ്ങൾ, കാറ്റ്, കടൽ, അതായിരുന്നു അവന്റെ ലോകം. ഒരു ദിവസം രാവിലെ കട തുറക്കുമ്പോൾ വാതിലിനു മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് അവൻ കണ്ടു. കട തുറന്നോ? അവൾ ചോദിച്ചു. നീൽ ചിരിച്ചു. ഇപ്പോഴാണ് തുറക്കുന്നത്. അവൾ അകത്തു വന്നു. ഷെൽഫുകളിലിരുന്ന പുസ്തകങ്ങളൊന്ന് നോക്കി. അവളുടെ പേര് ലീന. ആ ദിവസം അവളൊരു പുസ്തകം വാങ്ങി. പോകുമ്പോൾ അവൾ പറഞ്ഞു, ഈ കട എനിക്കിഷ്ടമായി, ഞാൻ വീണ്ടും വരും. അതൊരു സാധാരണ വാക്കായിരുന്നു, പക്ഷെ അത് സത്യമായി. അടുത്ത ദിവസങ്ങളിലും ലീന കടയിൽ വരാൻ തുടങ്ങി. അവൾ പുസ്തകങ്ങൾ വായിച്ചു, നീലിനോട് കഥകളെക്കുറിച്ച് സംസാരിച്ചു. പതിയെ അവർ നല്ല സുഹൃത്തുക്കളായി. വൈകുന്നേരങ്ങളിൽ അവർ കടൽ തീരത്ത് നടക്കും. ലീനയ്ക്ക് കടൽ വളരെ ഇഷ്ടം. ഒരു ദിവസം അവൾ നീലിനോട് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ ചില ആളുകൾ നമ്മൾ കണ്ടുമുട്ടേണ്ടതായിട്ടാണ് ജീവിതത്തിൽ വരുന്നത് എന്ന്? നീൽ ചിരിച്ചു. അതെ, ഇപ്പോഴെനിക്കങ്ങനെ തോന്നുന്നു. അവൾ അവനെ നോക്കി. ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നിമിഷത്തിൽ അവരുടെ ഇടയിൽ എന്തോ മാറി. അത് പ്രണയമായിരുന്നു. കാലം കടന്നുപോയി. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. പക്ഷേ ഒരു ദിവസം ലീന കടയിൽ വന്നില്ല. അടുത്ത ദിവസം പോലുമില്ല. നീൽ ആശങ്കപ്പെട്ടു. മൂന്നാം ദിവസം രാവിലെ അവൻ കട തുറക്കാനെത്തിയപ്പോൾ വാതിലിന് താഴെ ഒരു കത്ത് കണ്ടു. അത് ലീനയുടെ കത്തായിരുന്നു. അവൻ അത് തുറന്നു. കത്തിലെഴുതിയിരുന്നത്, നീൽ, നിനക്കൊപ്പം ചിലവഴിച്ച സമയം എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനായില്ല. എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരുന്നു, ഇന്ന് രാവിലെ തന്നെ. നിന്നോട് നേരിട്ട് വിട പറയാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായി അറിയുന്നു, നമ്മൾ വീണ്ടും കാണും. കാരണം ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയായി മാത്രം കഴിയാൻ ജനിച്ചവരല്ല, അവർ തിരികെ വരാൻ തന്നെ ജനിച്ചവരാണ്. കത്ത് വായിച്ചപ്പോൾ നീലിന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൻ ചിരിച്ചു. കാരണം അവൻ മനസ്സിലാക്കി, അവൾ പോയതൊരു അവസാനമല്ല, ഒരു വാഗ്ദാനമാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം കടൽ തീരത്ത് സൂര്യാസ്തമയം. ബുക്ക് ഷോപ്പിന്റെ വാതിൽ തുറന്നു. ഈ കട ഇപ്പോഴും തുറന്നുണ്ടോ? ഒരു പരിചിത ശബ്ദം ചോദിച്ചു. നീൽ തലയുയർത്തി നോക്കി. അത് ലീനയായിരുന്നു. അവൾ തിരികെ വന്നിരുന്നു.
ആ നിമിഷത്തിൽ നീൽ മനസ്സിലാക്കി. സത്യമായ പ്രണയം